أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ വീണ്ടും അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മള് കഴിഞ്ഞ ആഴ്ച സൂറത്തുൽ മുൽക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. സത്യത്തില് ഞാനന്ന് യാദൃശ്ചികമായിട്ട് കയറിയതായിരുന്നു, താൽക്കാലികമായിട്ട്. പിന്നെ എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ച് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം കൊണ്ട് വന്നിട്ടാണ് വീണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്തായാലും എല്ലാവരുടെയും ആ ഒരു ആവേശം, ഇഷ്ടം, അതിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ, എന്നെന്നും അത് നിലനിർത്തി തരട്ടെ. എപ്പോഴും ഖുർആൻ പഠിക്കാൻ അള്ളാഹു ആവേശം, ഉത്സാഹം, ഉന്മേഷം നിലനിർത്തി തരട്ടെ. ആമീൻ. പിന്നെ പഠിക്കുക, കേൾക്കുക, പോകാന്നുള്ളതല്ല, കേട്ട കാര്യങ്ങള് അമൽ കൊണ്ടുവരാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ഇപ്പൊ സൂറത്തുൽ മുൽക്കിന്റെ ശ്രേഷ്ഠതയും മഹത്വവും പ്രാധാന്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലേ. അൽഹംദുലില്ലാ. അപ്പൊ നമ്മളത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പിന്നെ നമ്മൾ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താക്കണം, എപ്പോഴും ആ ഒരു സൂറത്ത് നമ്മളെ ലൈഫിൽ ഉണ്ടാകണം. ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്കതിനെ പാരായണം ചെയ്യാനും തദബ്ബുർ ചെയ്യാനും നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഓതുന്നുണ്ടാവും വിചാരിക്കുന്നത്. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം, ഇശാക്ക് ശേഷമായാലും കുഴപ്പമില്ല, ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഓതിയാൽ മതി. മഗ്‌രിബിന് ശേഷം ഓതുന്ന ഏറ്റവും നല്ലത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഓതാ. കാണാതെ പഠിച്ചവർക്ക് നിസ്കാരത്തിലൊക്കെ ഓതാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമുക്ക് സൂറത്തിലോട്ട് കിടക്കാം. ഒന്ന് ഓതാ അല്ലേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. مرجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. ആദ്യത്തെ 2 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അല്ലാഹു തആല അനുഗ്രഹീത പൂർണ്ണനാണ്. അവന്റെ കയ്യിലാണ് എല്ലാത്തിന്റെയും അധികാരം. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു അല്ലെ. ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാണ് അവൻ. അത് പറഞ്ഞു. പിന്നെ അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി
ശ്രദ്ധിക്കുന്നത് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എല്ലാരും അൺമ്യൂട്ട് ചെയ്യരുതേ ക്ലാസ്സിനിടയിൽ. പിന്നെ ക്ലാസ്സിന്റെ ഇടയിൽ വന്നാൽ സലാം പറയണമെന്നില്ല. തുടക്കത്തിലാവുമ്പോൾ മതി. ഇടയിൽ വന്നിട്ട് സലാം പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അതുപോലെ അൺമ്യൂട്ട് ആവാതെ എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഫോൺ എടുത്ത് കളിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓഫ് ചെയ്ത് വെച്ച് കേൾക്കാതെ അശ്രദ്ധമായിട്ട് ആരും ഇരിക്കരുത്. ഓക്കെ. എല്ലാരും ശ്രദ്ധിക്കുക. നമ്മള് പരിശുദ്ധ ഖുർആനാണ് പഠിക്കുന്നത്. ഖുർആൻ പഠിക്കുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ നമ്മളുടെ മേലൊരു ഉത്തരവാദിത്തം ഉണ്ട്. അതായത് അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. അത് നിർബന്ധമാണ്. അലക്ഷ്യമായിട്ട് നമ്മൾ ഖുർആനിനെ വെച്ചിട്ട് അവിടെ എവിടെയും പോയിരിക്കരുത്. അശ്രദ്ധമായിട്ട് ഇരിക്കരുത്. സംസാരിക്കാൻ പാടില്ല. ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളത് സുന്നത്താണെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് നമ്മൾ കേൾക്കുക എന്നുള്ളത് എന്താണ്? അത് നിർബന്ധമാണ്. ഇപ്പൊ സലാം പറയല് സുന്നത്താണെങ്കിൽ സലാം മടക്കല് നിർബന്ധമാണ് അല്ലെ? അതേപോലത്തെ ഒരു കാര്യമാണ് ഖുർആന്റെ പാരായണം. അപ്പൊ അതൊരിക്കലും നമ്മൾ അലക്ഷ്യമായിട്ട് അശ്രദ്ധമായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ അതുപോലെ തന്നെ ക്ലാസ് ആണെങ്കിലും അതിൻ്റെതായ അതപോട് കൂടി തന്നെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാം. ഇനി എന്തെങ്കിലും ജോലിയൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ കൂടി ഇതിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം അവിടെ പ്ലേ ചെയ്തിട്ടാൽ മതി. അലക്ഷ്യമായിട്ട് അതിനെ ഉപേക്ഷിക്കരുത്. കാരണം നമ്മൾ ഓരോന്നിനോടും നമ്മൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മളോട് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അതിൻ്റെതായ മാന്യതയും ബഹുമാനവും ആദരവും എല്ലാം നൽകുമ്പോഴാണ് അതിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കിത് വേണ്ട എന്താ പറയാ, വേണോ വേണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ചിലപ്പോ പിന്നെ കേൾക്കാലോ, റെക്കോർഡിങ് കേൾക്കാലോ, അല്ലെങ്കിൽ വേറെ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടല്ലോ എന്നൊക്കെ ചിന്ത വരും നമുക്ക്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിർത്തി പോകാനേ ഉള്ളൂ, അല്ലാതെ വെറുതെ അലക്ഷ്യമായിട്ട് ഇടരുത്. ഓക്കെ. ഫോണ് കുട്ടികളെ കയ്യിലൊന്നും കൊടുത്തിട്ട് ഇതാക്കരുത്. ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കി അള്ളാഹു തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല മരണവും ജീവിതവും സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കർമ്മങ്ങൾ എത്രത്തോളം നന്നാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. എത്രത്തോളം നമുക്ക് അമൽ സ്വാലിഹാത്തുകൾ നന്നാക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി അടുത്ത ആയത്തിലേക്ക് നമുക്ക് പോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരത്തെയും അവന്റെ കഴിവിനെയും കുറിച്ച് പറഞ്ഞു. നമ്മളുടെ ജീവിതവും മരണവും എന്തിനാണ് സൃഷ്ടിച്ചെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു തആല ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ അള്ളാഹു ആകാശ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത് അല്ലദീ ഖലഖ, അവൻ സൃഷ്ടിച്ചവനാണ് അല്ലെ? സൃഷ്ടിച്ചവനാണവൻ. സബ്അ സമാവാത്ത്, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. സബ്അ സമാവാത്ത്, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. ത്വിബാഖ, അടുക്കുകളായിക്കൊണ്ട് അല്ലെ? അടുക്കടുക്കായിട്ട് ഒന്നോടൊന്ന് യോജിച്ചുകൊണ്ട് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. മാ തറ, നീ കാണുകയില്ല, ഫി ഖൽഖിർ റഹ്മാൻ, അള്ളാഹുവിന്റെ പരമകാരുണികനായ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മിൻ തഫാവുത്ത്, ഒരു ഏറ്റക്കുറവും ഒരു വൈകല്യവും ഒരു കുറച്ചിലും നിനക്ക് കാണുകയില്ല. ഫോണിനെ കൊണ്ട് ആരും കളിക്കണ്ട, ഒന്നും നിൽക്കണ്ട, തൊടണ്ട. ശ്രദ്ധിച്ച് അവിടെ ഫോൺ അവിടെ വെച്ചിട്ട് ക്ലാസ് കേൾക്കുക കേട്ടോ. നിങ്ങക്ക് എല്ലാത്തിനെയും മ്യൂട്ടാക്കാൻ പറ്റില്ലേ? അതില്ലേ, ഞാൻ മ്യൂട്ടാക്കിയാലും ഇവർക്ക് അൺമ്യൂട്ട് ആക്കാൻ കഴിയും. ഞാൻ ഫോണിൽ നിന്ന് കയറിയോണ്ട് കമ്പ്യൂട്ടറിൽ കയറി ലാപ്പിലാണെങ്കിൽ എല്ലാരെയും മ്യൂട്ടാക്കാൻ പറ്റും. അതാണ് പ്രശ്നം. അത് മോള് വേറെ ക്ലാസ്സിലാണ് ഉള്ളത് ലാപ്പില്, അതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. നസീറാനോട് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു.
ഞാനത് ഓർത്തിട്ടില്ല, അത് പറയാൻ വിട്ടുപോയി. ഒന്ന് എല്ലാരെയും മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് മുതൽ അത് ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാ. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ. അല്ലാഹു തആല ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാം. സത്യത്തിൽ എന്തിനാ അല്ലാഹു തആല ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? മാ തറ, നിനക്ക് കാണുകയില്ല, ഫീ ഖൽഖിർ റഹ്മാൻ, പരമകാരുണികനായ റഹ്മാന്റെ സൃഷ്ടിപ്പില് ഒരു വൈകല്യം, മിൻ തഫാവുത്ത്, ഒരു ഏറ്റക്കുറച്ചിൽ, ഒരു വൈകല്യം നിനക്ക് കാണാൻ സാധിക്കൂല. ഫർജ, എന്നാൽ നീ മടക്കുക, നോക്ക. എന്താ പറയുന്നത്? അൽ ബസർ, നിന്റെ ദൃഷ്ടി, കാഴ്ചയെ. ഹൽ തറാ മിൻ ഫുതൂർ, നിനക്ക് എന്തെങ്കിലും പോരായ്മകള്, എന്തെങ്കിലും ന്യൂനതകള് നിനക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വിടവ്. ഫുതൂർ എന്ന് പറഞ്ഞാൽ വിടവ്, കീറല്, പൊട്ടല് എന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും നിനക്ക് കാണുന്നുണ്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ ആകാശത്തെ കുറിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ പരന്ന് വിശാലമായി കിടക്കുന്നു. നമുക്ക് അതിനെക്കുറിച്ച് നമുക്കിങ്ങനെ ഒരു കാഴ്ചയിലുള്ള ഒരു അറിവേ ഉള്ളൂ, അല്ലെ? പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിലെ ഒരുപാട് കാര്യങ്ങള് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചറിയാം. കൂടുതലായിട്ട് ആകാശങ്ങളും ഗോളങ്ങളെ കുറിച്ചും അതിന്റെ പിന്നെ സംവിധാനങ്ങളെ, മറ്റു ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന വലിയ വലിയ ഇതൊക്കെ ഉണ്ട് അല്ലെ? പിന്നെ ശാസ്ത്രീയ ശൃംഖലകളുണ്ട്. അവര് ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അല്ലെ, ഈ പിന്നെ എന്താ പറയാ, ലോകം, ആലമീൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു സൃഷ്ടിപ്പ് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് അല്ലെ, അത് അത്രയും അതിവിശാലമായതാണ്. നമുക്ക് പിന്നെ നമ്മളുടെ പിന്നെ പഠനങ്ങൾ സത്യത്തിൽ ഈ 7 ആകാശങ്ങളിലേക്ക് എത്തിയിട്ടില്ല. മനുഷ്യന്റെ കണ്ടെത്തലുകള് 7 ആകാശത്തിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. അതാണ് മനുഷ്യൻ ഇപ്പോഴും ആ 1-ാം ആകാശത്തിൽ കിടന്ന് കറങ്ങാണ് അല്ലെ. അതിന്റെ അപ്പുറത്തേക്കുള്ള അറിവ് മനുഷ്യന് എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതിൽ തന്നെ ഉണ്ടല്ലേ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ കാണുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെല്ലാം അല്ലെ, പിന്നെ മനുഷ്യൻ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ എവിടെയാണ്? ഈ പറഞ്ഞ 1-ാം ആകാശത്താണ് അതൊക്കെ കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു തആല നമ്മളോട് ചിന്തിക്കാൻ വേണ്ടിട്ട് ഈ ആകാശത്തിന്റെ കാര്യത്തിൽ ചിന്തിക്ക്. പിന്നെ എന്തെങ്കിലും വിടവോ പൊട്ടലോ ഏറ്റക്കുറച്ചിലോ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, നിനക്ക് ഒരു ന്യൂനതയും കാണാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹു തആല വീണ്ടും പറയണേ, നീ ഒന്നുകൂടി സുമ്മർജിഅ, പിന്നെ വീണ്ടും മടക്കി നോക്ക്, അൽ ബസറ, കാഴ്ചയെ, ദൃഷ്ടിയെ, കർറത്തൈൻ, രണ്ടാവർത്തി, വീണ്ടും പ്രാവശ്യം, 2 പ്രാവശ്യം, യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅ, നിന്നിലേക്ക് ആ ദൃഷ്ടി, ആ കാഴ്ച നിന്യമായ നിലയിൽ, അതായത് പരാജയപ്പെട്ട നിലയിൽ തിരിച്ചു വരും. അതായത് ഒന്നും നിനക്ക് കാണാൻ കഴിയൂല. ഇത് ഇപ്പം ശാസ്ത്ര ലോകത്തിനോട് തന്നെ വേണമെങ്കിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് എടുക്കാം അല്ലെ. എന്തെങ്കിലും ഒരു പോരായ്മ പിന്നെ അള്ളാഹുവിന്റെ ഈ ഒരു സൃഷ്ടിപ്പിനെ നിനക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലും കഴിയൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം വഹുവ ഹസീർ, അതായത് പിന്നെ ഈ കാഴ്ച ഇതിനെ കുറിച്ച് ചിന്തിച്ച് നോക്കിയ ആ കണ്ണുകൾ ഒരു പരാജയപ്പെട്ട നിലയിൽ പരവശമായി കൊണ്ട് മടങ്ങി വരുന്ന പറയുന്നത്. അപ്പം നമുക്ക് ആകാശത്തെ കുറിച്ച് പിന്നെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളിലെ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു തആല ഈ 7 ആകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതൊന്ന് കണ്ടെത്തിയാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടും. 7 ആകാശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളെ മാലിമൊക്കെ അയച്ചു കൊടുക്ക്. നിങ്ങൾ ഓരോരുത്തർ കണ്ടെത്ത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു പിന്നെ സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എവിടേക്കാണ് ഈ 7 ആകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഒന്നിനു മീതെ ഒന്നായിട്ട്, അടുക്കടുക്കായിട്ട്, തട്ടുതട്ടായിട്ട് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സത്യത്തിൽ ഈ ശാസ്ത്രീയമായിട്ട് ഇതുവരെയായിട്ട് ആകാശത്തിന്റെ അതിർത്തി
നിർണയിക്കാൻ പോലും മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതിനുള്ള വിവരങ്ങൾ മനുഷ്യന് അവിടെ എത്തിയിട്ടില്ല. അപ്പൊ അള്ളാഹു നമുക്കിത് പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താക്കുന്നത്, വിശ്വസിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ ഭയങ്കരമായ പുരോഗതിയിലാണ് എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും മനുഷ്യന് എത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു എന്താ പറയാ, ഒരു സൃഷ്ടി രഹസ്യങ്ങളാണ്. അത് പിന്നെ മനുഷ്യന്റെ അറിവില് വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാ പറയുന്നത്, അല്ലെ? നമുക്കിപ്പോ നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ ചില സമയത്ത് നല്ല വെള്ള നിറത്തിൽ നമുക്ക് ആകാശത്തെ കാണാൻ കഴിയും, ചിലപ്പോ നല്ല നീല നിറത്തിലായിരിക്കും, അല്ലെ? മേഘങ്ങള് പിന്നെ മിക്സ് ആയിട്ട് കാണുമ്പോൾ നീലയും വെള്ളയും ഒക്കെ കലർന്ന നിറത്തിൽ കാണാം. നല്ല മഴമേഘങ്ങൾ ഉണ്ടാകുമ്പോൾ കറുത്തിരുണ്ടായിട്ട് കാണാം. എന്നാ പുലർച്ചെ സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്തൊരു ഒരു ഓറഞ്ച് ചുവന്ന ഒരു പിന്നെ നിറം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മഞ്ഞയും ചുവപ്പും ഓറഞ്ചും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം കാണാൻ കഴിയും, അല്ലെ? സുബ്ഹാനല്ലാഹ്. അത് വൈകുന്നേരം ആകുമ്പോൾ അതിനേക്കാൾ മനോഹരമായ ഒരു നിറത്തിലേക്ക് ആകാശം മാറുന്നത്, സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കലുണ്ട്? ആകാശത്തേക്ക് നോക്കാറുണ്ട്? സത്യത്തിലുണ്ടല്ലോ, ആകാശം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അതിന് നമ്മൾ വെറുതെ നോക്കിയിരിക്കുന്നത് പോലും ഇബാദത്താണെന്നാ പറയുന്നത്. അത് വെറുതെ നോക്കി ഇരുന്നാൽ പോലും പ്രതിഫലാന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മള് വെറുതെ ഒരു സുബ്ഹാനല്ലാഹ് പറയുന്നതും അള്ളാഹുവിന്റെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർത്തിട്ട് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് ഒരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രതിഫലമുണ്ട്, ഒരുപാട് പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മള് അത് ചില ഇതില് റിവായത്തുകൾ പറയുന്ന രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹിന്റെ ഖുദ്റത്തുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ അപ്പം പിന്നെ നമുക്കറിയാലേ, ആകാശത്ത് ബഹിരാകാശ വാഹനങ്ങളും മറ്റും ഉപയോഗിച്ചിട്ട് ചന്ദ്രനിലും പിന്നെ അല്ലെ അവിടൊക്കെ പോയി വന്ന ആൾക്കാരെ നമുക്കറിയാലേ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് വിവരങ്ങൾ പിന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ? പക്ഷെ അവര് പോയിട്ട് വന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും വൈകല്യം ഏറ്റക്കുറച്ചില് ഒന്നും അവർക്ക് പറയാനില്ല, അല്ലെ? ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആ ഖുദ്റത്തിനെ മനസ്സിൽ ഓർക്കണം. എന്നിട്ട് അള്ളാഹിന്റെ ആ ഇതിനെ ഓർത്തിട്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്ന എന്താ? വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ. വലഖദ് സയ്യന്ന, നാം അലങ്കാരമാക്കിയിരിക്കുന്നു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത് വേറൊരു രീതിയിലുള്ള ആകാശത്തെ നമ്മൾ അള്ളാഹു തആല നമ്മളെ മുമ്പിൽ കാണിച്ചു തരികയാണ്. വലഖദ് സയ്യന്ന, ഭംഗിയാക്കിയിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. ആ സമാ ദുനിയ, ഏറ്റവും അടുത്ത ആകാശം, അതാണ് സമാ ദുനിയ എന്ന് പറഞ്ഞാല്. സമാ എന്ന് പറഞ്ഞ ആകാശം, സമാ ദുനിയ എന്ന് പറഞ്ഞാല് ഈ ഭൂമിയോട് അടുത്ത ആകാശം. നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഒന്നാം ആകാശത്തെ അള്ളാഹു തആല ഭംഗിയാക്കിയിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. എന്ത്? ബിമസാബീഹ്, വിളക്കുകൾ കൊണ്ട്. വിളക്ക്, ദീപങ്ങൾ, അല്ലെ? മിസ്ബാഹ് എന്ന് പറഞ്ഞാല് വിളക്ക്, മസാബീഹ് വിളക്കുകൾ, ദീപങ്ങൾ. എങ്ങനെ, എന്താണ് ഈ വിളക്കുകൾ ഉദ്ദേശിക്കുന്ന അറിയോ? അവിടെ നക്ഷത്രങ്ങളാണെന്നാ പറയുന്നത്. നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിന്, അല്ലെ? ഇന്ന് ക്ലാസ് കഴിഞ്ഞാല് എല്ലാരും ഒന്ന് പുറത്തിറങ്ങിയിട്ട് ആകാശം ഒന്ന് നോക്കി നക്ഷത്രങ്ങൾ കാണുന്നുണ്ടോ നമുക്ക് നോക്കാലോ, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മളൊരു കുഞ്ഞു പൊട്ടുപോലെ കുഞ്ഞു നക്ഷത്രങ്ങൾ നമ്മൾ കാണുന്നു. അതിന്റെ വലിപ്പത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ഭൂമിയെ ഉൾക്കൊള്ളാനും മാത്രം വലിപ്പമുള്ള നക്ഷത്രങ്ങൾ എത്രയോ ഭൂമികൾ ഉൾക്കൊള്ളുന്ന നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ സൂര്യൻ എന്ന് പറയുന്നതും ഒരു നക്ഷത്ര വിഭാഗത്തിൽപ്പെട്ടതാണ്, അല്ലെ? അത് പക്ഷെ മുഴുവൻ സമയവും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ നമുക്ക് എന്താ സൂര്യനെ കാണാൻ സാധിക്കാത്തത്, അല്ലെ? നമുക്ക് അത് വേറൊരു സ്ഥലത്ത് അത് ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെടുത്ത് അത് അസ്തമിച്ചുന്നേ ഉള്ളൂ, അല്ലെ? ആകാശത്ത് ഇങ്ങനെ കറങ്ങി നടക്കാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെ? നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തുമാത്രം ഇതൊക്കെ വെറുതെ ഉണ്ടായതാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അല്ലെ? ഇതൊക്കെ വെറുതെ ഇങ്ങനെ സംഭവിക്കുന്നതാണോ? ഇതൊരു പ്രകൃതിയുടെ പിന്നെ പ്രതിഭാസമാണോ? ഒരിക്കലും അല്ല, അല്ലെ? ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയ ഖുദ്റത്തുകളാണ്. സുബ്ഹാനല്ലാഹ്.
നമ്മളത് അള്ളാനെ നമ്മൾ അറിയേണ്ടത്. ഈ ഭൂമി നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ നമ്മള് ഗ്ലോബ് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഗ്ലോബ് നമുക്ക് ഇങ്ങനെ കറക്കി കറക്കി നമ്മളെ മേശപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് കാണിച്ചു തന്നല്ലേ, ഇവിടെ ഇന്ത്യ, ഇവിടെ പാകിസ്ഥാൻ, ഇവിടെ റഷ്യ, ഇവിടെ പിന്നെ അമേരിക്ക, പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ, അറബിക് ഓഷ്യൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ ശരിക്കും? പിന്നെ അപ്പോഴൊക്കെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ ചിന്തിക്കുവേ, പിന്നെ ഈ സമുദ്രങ്ങളൊക്കെ ഈ ഭൂമിയിലാണല്ലോ, ഈ ഭൂമിയാണെങ്കിൽ കറങ്ങുന്നുണ്ട് എന്നും പറയുന്നു. അപ്പൊ ഈ വെള്ളമൊന്നും ചെരിഞ്ഞു മറിഞ്ഞു പുറത്തേക്കൊന്നും പോവാതെ അത് എങ്ങനെയാ റബ്ബേ നിക്കുന്നത്? ഇതിന്റെ ഉപരിതലത്തിലല്ലേ ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതിങ്ങനെ കറങ്ങുമ്പോ വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്, മലകളുണ്ട്, ഇല്ലേ, പുഴകളുണ്ട്, കടലുകളുണ്ട്, എല്ലാം ഈ ഭൂമിയുടെ ഉപരിതലത്തിലല്ലേ ഉള്ളത്. അതെങ്ങനെ മറിഞ്ഞു തിരിഞ്ഞു ഒന്നും പോവാതെ ഇത് എത്രയോ വേഗതയിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അന്ന് കുഞ്ഞു ബുദ്ധിയിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തുകൾ നമുക്ക് അറിയുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹ്ക്ക് ഇതൊക്കെ നിസ്സാരമാണെന്ന് മനസ്സിലാവുന്നു അല്ലെ? നമ്മൾ ഈ ഭൂമിയിൽ വളരെ കുഞ്ഞാണ്, ഏറ്റവും ചെറുതാ നമ്മള്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്, ഞാനത് പോസ്റ്റ് ചെയ്തുതരാം. നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മള് കേവലം നിസ്സാരന്മാരല്ല സാർ, ഒരു കുഞ്ഞു ബിന്ദു മാത്രമാണെന്ന് നമ്മളിന്ന് മനസ്സിലാവും. നമ്മളെന്നല്ല, ഈ ഭൂമി പോലും അല്ലെ, അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കുഞ്ഞു, വളരെ 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 ചെറുതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു തആല ആകാശങ്ങളെ നക്ഷത്രങ്ങൾ ആക്കി എന്ത് പിശാചുക്കളെ എറിയപ്പെടുന്ന, എറിഞ്ഞാട്ടുന്ന ഒരു ഇതാക്കിയിട്ട് അതിനെ അള്ളാഹു തആല ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നത്. അത് എന്താണെന്നറിയോ? ഈ ഉൽക്കകൾ എന്ന് പറയും. പണ്ട് കാലങ്ങളില് പിശാചുക്കള് വഹി വരുന്ന സമയത്ത് അത് ഒളിഞ്ഞു കേൾക്കും പോലും. അപ്പൊ അവരെ എറിഞ്ഞാട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് ഈ നക്ഷത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പറയുന്നത്. സുബ്ഹാനല്ലാഹ്. വഅഅതദ്നാ ലഹും അദാബസ് സഈർ, അവർക്ക് ജ്വലിക്കുന്ന നരകശിക്ഷയും അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഈ ഒന്നാം ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുക. ആകാശം അള്ളാഹു ഈ പിന്നെ ഉപരിതലത്തിൽ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിട്ട് അതെന്താവുന്നില്ലല്ലേ, അത് നമുക്ക് ബിഗൈരി അമദിൻ തറൗനഹ എന്നാ പറഞ്ഞ്, നമുക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ അള്ളാഹു തആല ആകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ശരിക്കും പിന്നെ ഈ ആകാശം അല്ലെ പൊട്ടി തകർന്ന് താഴെ വീഴാതെ അതിനെ താങ്ങി നിർത്തുന്ന തൂണുകളുണ്ട്. പക്ഷെ നമുക്ക് എന്താണത്, നമുക്കതിനെ കാണാൻ സാധിക്കുന്നില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്തൊരു ഖുദ്റത്താണല്ലേ, നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇതൊന്നും? ശരിക്കും ഓരോ നക്ഷത്രങ്ങൾ തന്നെ ഓരോ ഓരോ മഹാലോകങ്ങളാണെന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഊഹിക്കാനോ സങ്കല്പിക്കാനോ പോലെ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സുബ്ഹാന. അല്ലെ? അപ്പൊ അള്ളാഹു ഇങ്ങനെ ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ടാവേ, ചിലത് ഫുൾ ടൈം അങ്ങനെ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നത്, ചിലത് ഇങ്ങനെ നീങ്ങി 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 പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താണല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം അല്ലെ? ദുനിയാനെ കുറിച്ച് നമുക്കാകെ അതേ നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്നുള്ളൂ. നമ്മള് പിന്നെ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോ ശരിക്കും നമുക്ക് ആ ആകാശത്തിന്റെ ആ ഒരു ഇത് കാണാൻ സാധിക്കും. വിൻഡോ സൈഡിലൊക്കെ ആണെങ്കിൽ സുബ്ഹാനല്ലാഹ് അല്ലെ? അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ പിന്നെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. അതുപോലെ ഈ റുജൂം എന്ന് പറയുമ്പോ എറിഞ്ഞാട്ടുന്നവ എന്നാണ് അർത്ഥം. നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഉൽക്കകൾ കൊണ്ട് പിശാചുക്കളെ എറിഞ്ഞാട്ടുന്ന അങ്ങനെയുള്ള സംഭവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് സൂറത്തുകളിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹിജ്ർ, സ്വാഫാത്ത്, ജിന്ന്, ഇങ്ങനെയുള്ള സൂറത്തുകളിലൊക്കെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ കൂടുതൽ മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഡൗട്ട് ഉണ്ട്.
അത് ആ ജ്യോത്സ്യന്മാരില്ലേ, ആ ഈ ജ്യോത്സ്യന്മാരൊക്കെ ഈ ഇബ്ലീസ് ശൈത്താൻ ഇങ്ങനെ ഒന്നാം ആകാശത്തിൽ കയറിയിട്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങള് അത് കേട്ടിട്ട് ഇവർക്ക് ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നൊക്കെ ഏതാ സൂറ മുൽക്കിന്റെ തന്നെ മൗദൂദിന്റെ തഫ്സീറിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഉം, ഉം. അതെ, പിന്നെ പിശാചുക്കള് അങ്ങനെ വഹീന്റെ സമയത്ത് അങ്ങനെ കട്ട് കേൾക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരെ എറിഞ്ഞാട്ടാൻ വേണ്ടിയിട്ട് ഈ ഈ ഉൽക്കകളെ ഉണ്ടാക്കിയ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. പറയും. ഇപ്പൊ പിന്നെ വഹി ഇല്ലാലോ, അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നടക്കുന്നില്ല. അത്രയാ. ഉം. ബാക്കി നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ചിന്തിക്കണ്ട. അത് അള്ളാഹു ആലം, അത് എങ്ങനെയാണ്, എന്താണ്, ഏതാന്ന് ഒന്നും കൂടുതൽ നമ്മൾ ചിന്തിക്കണ്ട. ഈ ജ്യോത്സ്യന്മാരൊക്കെ പിന്നെ അവര് ഈ ജിന്ന് സേവ, ചാത്ത സേവ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയോ ആ ഭാഗത്തേക്ക് കൂടുതൽ പിന്നെ ചികഞ്ഞ് ആലോചിക്കാനോ പോകണ്ട. കാരണം മുമ്പത്തെ പിന്നെ അതെ അതെ മുമ്പ് വയ്യന്റെ അതെ അതെ, അല്ല ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഭാഗത്തേക്ക് കൂടുതൽ ഒന്നും ചികഞ്ഞ് ചിന്തിക്കുകയേ വേണ്ടെന്ന് പറയുന്നത്. അറിയോ, നമ്മൾ അള്ളാഹു എന്താണോ പറഞ്ഞത് അതിൽ വിശ്വസിക്കാം. പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങളിൽ നമുക്ക് അള്ളാഹു ആലം, റഹ്മാനായ റബ്ബ് എന്താണ് അതില് അല്ലെ വിചാരിച്ചിട്ടുള്ളത് നമുക്കറിയില്ല. പിന്നെ എന്തൊരു ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും അള്ളാഹിന്റെ അനുമതിയോടെ അല്ലാതെ നമുക്കത് ബാധിക്കൂല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എല്ലാ ഷെറിൽ നിന്നും, എല്ലാ ദോഷങ്ങളിൽ നിന്നും, എല്ലാ സൃഷ്ടിച്ചുണ്ടാക്കിയ എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷ കിട്ടാനുള്ള ദുആയും പിന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് തുടങ്ങിയ സൂറത്തുകൾ നമുക്ക് എല്ലാ ഇതിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാനും പഠിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ചെയ്യാം. പിന്നെ അങ്ങനെയുള്ള എല്ലാ ദോഷബാധകളിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ സംരക്ഷിക്കും തീർച്ചയായും. എന്നാൽ ഈ പറഞ്ഞ പിശാചുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു തആല ഒരുക്കി വെച്ചതാണ് എന്ത്, നരകം എന്നുള്ളത്. അതാണ് വഅതദിനാലഹും അദാബ സഈർ. എന്നിട്ട് ആ നരകത്തെ കുറിച്ച് വീണ്ടും അടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഅസൽ മസീർ. അതേപോലെ അവിശ്വസിച്ചവർക്കും ഉണ്ട് എന്ത്, തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ച വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷ, വബിഅസൽ മസീർ, അത് എത്ര ചീത്തയാണ്, അത് എത്ര മോശമാണ്. അള്ളാഹുവിൽ അവിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹു തആല നരകശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലെ? കാരണം ആ ഒരു മടക്ക സ്ഥാനം, ആ സ്ഥലം എന്ന് പറയുന്നത് വളരെ ചീത്തയാണെന്നാ പറയുന്നത്. അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ഒന്നും കഴിയാത്ത അത്രമാത്രം കഠോരമായതാണ് ആ നരകശിക്ഷ. അതിലേക്ക് പിന്നെ നരകത്തിലേക്ക് ഇടുന്ന സമയത്തുള്ള അവസ്ഥയാണ് അടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഇദാ ഉൽഖൂ ഫീഹാ, അല്ലെ, അവരതിൽ എറിയപ്പെട്ടാൽ, ഏതില്, നരകത്തില്, സമിഉ ലഹാ, അതിനെ അവർ കേൾക്കും. എന്താ കേൾക്കുന്ന അറിയോ, ശഹീഖൻ, ഒരു ഗർജനം, വഹിയ തഫൂർ, അതിങ്ങനെ തിളച്ച് മറിയുന്നുണ്ടാവുന്ന പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലെ? ഒരു വല്ലാത്തൊരു ഭീകരത തന്നെ ആയിരിക്കും. വല്ലാത്തൊരു നരകത്തിന്റെ ഗർജനം എന്ന് പറയുന്ന ഒരു ഇങ്ങനെ ഇരമ്പി ഗർജിക്കുന്നുണ്ടാവെന്ന് പറയുന്നത്. തിളച്ച് മമിച്ച് പിന്നെ അങ്ങേറ്റത്തെ കഠിനമായ ചൂടും പിന്നെ അള്ളാഹുവിന്റെ കോപത്തിന്റെ ആ ചൂടും എല്ലാം കൂടി അതിങ്ങനെ പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറിപ്പോകുമാർ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവെന്ന് പറയുന്ന നരകത്തിന്റെ ആ ഒരു അവസ്ഥ. നമ്മൾ ചില വീഡിയോകളിലൊക്കെ ഈ അഗ്നിപർവ്വതങ്ങൾ ഇങ്ങനെ തിളച്ച് മറയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? സുബ്ഹാനല്ലാഹ്. അത് തന്നെ, അത് ഈ ഭൂമിയിലുള്ള ഒരു ചൂടും തീയൊക്കെ ആണ്. അത് തന്നെ, അത് ഒഴുകി വന്ന ആ സ്ഥലങ്ങളൊക്കെ കരിഞ്ഞില്ലേ, ഒന്നും അല്ലാണ്ടായി തീരുന്ന ഒരു വല്ലാത്തൊരവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര ഭീകരമാണ്, അല്ലെ? അത് ഭൂമിയിലേക്ക് അള്ളാഹു തആല നരകത്തിന്റെ ചെറിയൊരു അംശം തീയ മാത്രം എന്നാല് പിന്നെ വലിയ ആ നരകത്തിന്റെ തീയ നമുക്ക് ചൂട് ഒരിക്കലും ഉണ്ടാകാൻ കഴിയില്ല. സഹിക്കാനോ താങ്ങാനോ കഴിയാത്ത അത്രയും കഠിനമായിരിക്കും.
നമ്മളെപ്പോഴും നരകത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമ്പോ എപ്പോഴും അള്ളാഹിനോട് കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഈ ഒരു ഇതിലേക്ക് ഇടുന്ന സമയത്ത് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയം അല്ലെ. തക്കാതു തമയ്യസു മിനൽ ഗൈൽ, അത് ഈ അള്ളാഹുവിന്റെ അതികഠിനമായ കോപം കാരണത്താൽ അതിങ്ങനെ വേർപെട്ട് പൊട്ടിപ്പോകുന്ന വിധത്തിലാവും. അങ്ങനെ കുല്ലമ ഉൽഖിയ ഫീഹ ഫൗജ്, ഓരോ കൂട്ടം ആൾക്കാരെയും ഈ നരകത്തിലേക്ക് ഇടുന്ന ആ സമയത്തെല്ലാം സഅലഹും, അവരോട് ചോദിക്കും, ഹസനതുഹ, അതിന്റെ കാവൽക്കാർ, നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ ആയത്തിന്റെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതിന്റെ അടുത്ത ആയത്തൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് പാരായണം ചെയ്യുമ്പോൾ നമ്മളത് ഒരുപാട് ചിന്തിക്കണം. നമ്മളിപ്പോഴും എങ്ങനെയാണ് ജീവിക്കുന്നത്? അള്ളാഹുവിന്റെ സത്യസന്ദേശം അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അപ്പൊ നമ്മള് ചിന്തിക്കണം, നമ്മളെ എത്രത്തോളം അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടാണോ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അതല്ല പിന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചാണോ പിന്നെ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് സത്യദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കി ഈ ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഠിന കഠോരമായ ആ നരകശിക്ഷയെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم سبحانك السلام اللهم وبحمدك. السلام ورحمة الله وبركاته. السلام ورحمة الله وبركاته. ഈ ക്ലാസ് ഡെയിലി ഉണ്ടാവോ? തിങ്കളാഴ്ച ഇല്ല, ആഴ്ചയിൽ തിങ്കളാഴ്ച മാത്രം. ആണല്ലേ? തിങ്കളാഴ്ചയും 7:30 മണിക്കായിരിക്കും ഇൻഷാല്ലാ ക്ലാസ്. ഒരു സംശയം ചോദിച്ചോട്ടെ? ഇങ്ങനെ ഈ നരക മ്യൂട്ടാക്കണേ, ചോദിക്കുന്നു, ഡൗട്ട് ഉള്ളായിരിക്കും. അതെ, നരകത്തിന്റെ ഭീകരതയെ പറ്റി പറയുമ്പോൾ നമ്മള് എന്താ ചോദിച്ചത്? നരകത്തിയെ പറ്റി പറയുമ്പോ അതിന്റെ ഭീകരതയിലൊക്കെ ഇങ്ങനെ പറയുമ്പോ നമ്മൾ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് പറയലാണ് അള്ളാഹിനോട് കാവലിനെ തേടുമ്പോ. അള്ളാഹ്